പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ മഴക്കെടുതിയിൽ 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഷാങ്ല, ചർസദ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മേഖലയിലെ ആകെ മരണസംഖ്യ 25ആയി. നിരവധി പേർക്ക് ദുരന്തത്തിൽ പരിക്കേറ്റു. സെൻട്രൽ ഗാസയിലെ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു. സംഭവത്തിൽ 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. കത്തി ആക്രമണത്തെ തുടർന്ന് അടച്ച സിഡ്നി വെസ്റ്റ്ഫീൽഡ് ബോണ്ടി ജംഗ്ഷനിലെ ഷോപ്പിംഗ് സെന്റർ വെള്ളിയാഴ്ച വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. ശനിയാഴ്ച നടന്ന സംഭവത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. മാൾ വീണ്ടും തുറക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എത്യോപ്യയ്ക്ക് ഏകദേശം $154 മില്യൺ സഹായം പ്രഖ്യാപിച്ച് അമേരിക്ക. അമേരിക്കയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. സംഘർഷം, അരക്ഷിതാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലമുണ്ടാകുന്ന അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായാണ് സഹായം. നോബൽ സമ്മാന ജേതാവും മ്യാൻമറിലെ പൊതുപ്രവർത്തകയുമായ ഓങ് സാങ് സ്യൂകിയെ ജയിലിൽ നിന്ന് വീട്ടുതടങ്കലിലേക്ക് മാറ്റി. കാലാവസ്ഥ മോശമായ പശ്ചാത്തലത്തിൽ പ്രായമായ തടവുകാരുടെ പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു. 2021 മ്യാൻമർ സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷം 78കാരിയായ സ്യൂകിയെ മ്യാൻമർ സൈന്യം തടവിലാക്കിയിരുന്നു. രാജ്യദ്രോഹം, കൈക്കൂലി, ടെലികമ്മ്യൂണിക്കേഷൻ നിയമത്തിന്റെ ലംഘനം മുതലായ കുറ്റങ്ങൾക്ക് 27 വർഷത്തെ തടവാണ് ഓങ് സാങ് സ്യൂകിക്ക് നൽകിയിരിക്കുന്നത്.